വടകര MDMA കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച അധ്യാപികമാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് പോലീസ്. പ്രതികളായ കാവ്യ, നീഷ്മ എന്നിവരെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. കേസിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും പെട്ടുപോയതാണ് എന്നുമാണ് ഇരുവരും പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ന്യൂസ് 18നോട് ഇക്കാര്യം കാവ്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, അധ്യാപകർ കൂടി ഇതിൻ്റെ ഭാഗമായി, അധ്യാപകർ ലഹരിക്കടത്തിൻ്റെ ഭാഗമായി എന്നത് ഏറെ ഞെട്ടലോടുകൂടിയായിരുന്നു കേരളം കേട്ടത്. പിന്നീട് ഇവരുടെ സാമ്പത്തിക സ്രോതസ്, സാമ്പത്തിക ഇടപാടുകൾ ലഹരിക്കണ്ണിയായി തന്നെ ഇവർ വർത്തിച്ചു എന്ന് പോലീസിന് ലഭിച്ച കൃത്യമായ വിവരങ്ങൾ ഇതൊക്കെ പുറത്തു വന്നതാണ്. ഈ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ എന്താ വിവരങ്ങളാണ് കൂടുതലായി പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് അനീഷ്? അഭിലാഷ്, ഇപ്പോഴും അവരുടെ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് പോലീസിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ കേട്ട വാർത്തയുടെ ഒരു തുടർച്ചയെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെയും നമുക്ക് കാണാം. കാരണം കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരിലേക്ക് എത്ര ആഴത്തിൽ ഇതിന്റെ വേരുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന ഒരു പരിശോധന തന്നെയാണ് പോലീസ് ഇപ്പോഴും നടത്തി വരുന്നത്. ആദ്യഘട്ടത്തിൽ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നോ കുട്ടികളുടെ ഭാഗത്തുനിന്നോ ഇത്തരത്തിൽ പരാതികളോ ഉപയോഗിച്ചതായുള്ള വിവരങ്ങളോ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ അധ്യാപികമാരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്കിടയിലേക്ക് കൂടി ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്നത് കണ്ടെത്താൻ കഴിയും എന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. ആദ്യം ചോദ്യം ചെയ്ത അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത കീർത്തനയിൽ നിന്ന് കുറച്ചധികം വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഏത് മേഖലകളിലേക്കുള്ള ആളുകളാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്നത് ആര് എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് തന്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഇല്ല എന്ന് പറയുമ്പോഴും ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങളും നിക്ഷേപത്തിന്റെ പൂർണ്ണ ചിത്രവും കാട്ടിയുള്ള ചോദ്യം ചെയ്യലിൽ പലപ്പോഴും മൗനം പാലിക്കുകയാണ് കീർത്തന ചെയ്ത്. അതുപോലെ തന്നെയാണ് ഈ അടുത്ത രണ്ട് പ്രതികൾ നീഷ്മയും കാവ്യയും. അവരും പറയുന്നത് തങ്ങൾ പെട്ടുപോയതാണ്, നേരിട്ട് ഇതിൽ പങ്കില്ല. കീർത്തന പറയുന്നത് മുഴുവൻ കളവാണ്, താൻ വഴിയല്ല കീർത്തനയ്ക്ക് മറ്റൊരാൾ പണം അയച്ചു നൽകിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇവരെയും ഡിജിറ്റൽ തെളിവുകൾ, ഫോൺ റെക്കോർഡുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഒപ്പം അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ കാണിച്ചു തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കീർത്തനം നൽകിയതിനേക്കാൾ എന്തൊക്കെ വിഭിന്നമായ കാര്യങ്ങളാണ് ഈ കാവ്യയും നീഷ്മയും നൽകുന്നത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്തായാലും രണ്ട് വിഭാഗവും നൽകുന്ന മൊഴികൾ പോലീസ് പരിശോധിക്കും. ഈ രണ്ടുപേരെയും ഒറ്റയ്ക്കായും കൂട്ടായും ഇരുത്തിയൊക്കെ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാവും വീണ്ടും ഇവർ പരസ്പരം നൽകിയ മൊഴികളിലെ പൊരുത്തക്കേടിനെ കുറിച്ചുള്ള പരിശോധനകൾ പോലീസ് നടത്തുക. പിന്നീട് ഈ എല്ലാ പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു നീക്കത്തിലേക്കും പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കേസിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന വയനാട് സ്വദേശിയായ യുവാവിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ കേരളത്തിന് പുറത്തേക്ക് കടന്നു കളഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ ഫോൺ വിശദാംശങ്ങളും മറ്റും കോളുകൾ പിന്തുടർന്നുമൊക്കെ നടത്തുന്ന പരിശോധനയിലും ഒരു തുമ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ഈ കേസിനെ കൊഴിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ഇയാളെ കൂടി കസ്റ്റഡിയിൽ എടുക്കുന്നതോടുകൂടി ആരാണ് ഈ ലഹരി ചങ്ങലയ്ക്ക് പിന്നിലെ ആ സൂത്രധാരൻ എന്നതിനെ കുറിച്ചൊരു കൃത്യത വരും. അഭിലാഷ്, വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.